നോർത്ത് പറവൂർ നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവവും കഴിഞ്ഞ +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്ക് പുരസ്കാരം നൽകി ആദരിക്കുന്ന ചടങ്ങും ആസ്റ്റർ മെഡിസിറ്റി വൈസ് പ്രസിഡന്റ് ഫർഹാൻ യാസിർ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ ഏത് വഴി തിരഞ്ഞെടുക്കും എന്ന് പറയുന്നതിന്റെ ആദ്യ ഫൗണ്ടേഷൻ ദിവസമാണ് 11ാം ക്ലാസ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് 11ാം ക്ലാസ് ഇല്ലാത്ത പ്രീ ഡിഗ്രി എന്നുണ്ടായിരുന്നു. അപ്പൊ പ്രീ ഡിഗ്രി ഉള്ള സമയത്ത് കോളേജിലേക്ക് ആദ്യമായിട്ട് കയറുന്നൊരു ഉത്സാഹം നമുക്കെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് 12ാം ക്ലാസ് വരെ എന്തായാലും സ്കൂൾ ജീവിതം തന്നെ തുടരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട്, നല്ലതാണ്. പക്ഷെ അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഡോക്ടറോ എഞ്ചിനീയറോ അതല്ലാതെ ഒരു ജോലിക്ക് ആർക്കും താല്പര്യമില്ല, അല്ലാത്തുള്ള ജോലികൾ എന്താണെന്ന് ഒരു ആർക്കും അറിയത്തില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥന, ഡോക്ടർ എഞ്ചിനീയർ ആവാൻ പറ്റേണ്ടതാണ്. കാരണം അതുപോലെ ആയിരിക്കും. പക്ഷെ ഒരുപാട് പുതിയ പുതിയ സാധ്യതകൾ ഇന്ന് ലോകം തുറന്നു വെച്ചത് നമ്മൾ തന്നെ അതിശയിച്ചു പോകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ തന്നെ മാറ്റി മറിക്കുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നാളെ ചികിത്സിക്കാൻ ഡോക്ടറിന്റെ ആവശ്യം തന്നെ വരില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചികിത്സിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം പുതിയ തലമുറയ്ക്ക് ഒരുപാട് സാധ്യതകൾ തുറന്നു തരുന്ന ഒരു സാഹചര്യം ഇന്ന് ലോകത്തിലാണ്. സ്കൂൾ മാനേജർ CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. അവർ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ 10th വരെയുള്ള ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് +1 +2 ആ +1ലേക്ക് പ്രവേശനം നേടി എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ വിദ്യാലയത്തിൽ ചേരുവാനെടുത്ത തീരുമാനം മാതാപിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ മക്കളും എന്നും ഓർക്കുന്ന തരത്തിലായിരിക്കും ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഉന്നത വിജയത്തോടു കൂടിയായിരിക്കണം ഈ വിദ്യാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നിങ്ങളുടെ മാതാപിതാക്കൾ വളരെ ആശയോടും പ്രതീക്ഷയോടും കൂടിയാണ് നിങ്ങൾ ഈ വിദ്യാലയത്തിൽ ചേർത്തിരിക്കുന്നത്. SNDP പറവൂർ യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി മുഖ്യപ്രാസംഗികനായിരുന്നു. ഒരു പുതിയ സംവിധാനത്തിലൊക്കെ അതിന്റെ പേടിയിലൊക്കെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. ഇനി എങ്ങോട്ട് തിരിയണം എന്നുള്ളത് അല്ലേ, എല്ലാവരും ഒന്ന് തിരിഞ്ഞു നിൽക്കുകയാണ്. ഇനി അവിടെ നിന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, ഒരു വിത്തിട്ടിട്ടുള്ളൂ നമ്മൾ അല്ലേ, അതൊരു കാരണവശാലും പൊളിച്ചു നോക്കരുത്. അതിന് സമയം കൊടുക്കുക. വിത്ത് വളർന്ന് ചെറിയ ചെടിയാവണം, അത് വലിയ മരമാവണം. ആ മരം പിന്നെ പൂക്കണം, അത് കായ്ക്കണം, അത് പഴുക്കണം. അതുവരെയുള്ള സമയം കൊടുക്കണം, വേണ്ടേ? കാരണം എൻ്റെ പ്രിയ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിച്ചോളൂ, പക്ഷെ ഒരിക്കലും നിങ്ങൾ അവർക്ക് നിങ്ങളുടെ ചിന്തകൾ കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാൻ. കാരണം ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കളിൽ പലരും ഇപ്പോഴേ ആഗ്രഹിച്ച് എനിക്ക് ഇന്നത് വേണ്ട, ഇന്ന സബ്ജക്റ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ അതിലേ എടുക്കാൻ കഴിയുമോ, നിന്നെ ഡോക്ടറാക്കിയിട്ടേ അടങ്ങുമോ, അല്ലെങ്കിൽ നിന്നെ എഞ്ചിനീയർ ആക്കിയിട്ടേ അടങ്ങുമോ എന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്. പുരസ്കാര വിതരണം അസിസ്റ്റന്റ് മാനേജർ PS ജയരാജ് നിർവഹിച്ചു. അഭിരാമി AB, അനീറ്റ ജോയ്, ഇതിനു വേണ്ടി അമൃത, വൈഷ്ണവ് വിനോദ്. PTA പ്രസിഡന്റ് KB സുഭാഷ് പ്രസംഗിച്ചു. എപ്പോഴും നാം സൂചിപ്പിക്കുന്ന പോലെ വീട് നിങ്ങളെ ഏവരെയും കാക്കുന്നത് നിങ്ങളുടെ മാതാവും പിതാവുമാണ്. അവിടെ നിന്ന് സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാതാവും പിതാവും ഇവിടുത്തെ അധ്യാപകനാണ്.
അവരെല്ലാവരും നിങ്ങളെ നേർവഴിക്ക് നയിച്ചുകൊണ്ട് നിങ്ങൾ നല്ല വ്യക്തിത്വങ്ങളുടെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാവി ഭാസുരമാക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ജയരാജ് ചേട്ടൻ സൂചിപ്പിച്ച പോലെ SLC എന്ന ആ 10-ലെ മികവ് നേടിയെത്തിയിരിക്കുന്ന നിങ്ങൾ ഇതിനെല്ലാം നല്ലൊരു മികവിലൂടെ +1-ലും +2-ലും വിജയിച്ച് മുന്നേറണം എന്നുള്ളതാണ് PTA എന്ന നിലയിൽ ഞങ്ങളുടെ ആഗ്രഹം. പ്രിൻസിപ്പൽ വി ബിന്ദു സ്വാഗതം പറഞ്ഞു. പാരന്റിന്റെയും ലക്ഷ്യം തങ്ങളുടെ മക്കളുടെ ഉന്നത വിജയമാണ്. അതിനവർ ഏറ്റവും നല്ല സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ചയെ സഹായിക്കുന്ന സ്കൂളായിരിക്കും അവർ തിരഞ്ഞെടുക്കുക. ഇവിടെ ഇരിക്കുന്ന പാരന്റ്സ് തങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി SNVയിൽ അഡ്മിഷൻ എടുത്ത് SNVയെ വിശ്വസിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. MP ബിനു, P മോഹൻകുമാർ, D ബാബു, ഹെഡ്മാസ്റ്റർ CK ബിജു എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പ്രമോദ് മാലിയങ്കര നയിച്ചു. നമ്മളെപ്പോഴും തലയിടുന്നു. നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ നോക്കൂല, അത് മാറണം. ഞാൻ സാധാരണ കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങളാരും ഫസ്റ്റ് വാങ്ങണ്ട, നിങ്ങളാരും ബെസ്റ്റ് ആകണ്ട, നിങ്ങൾ ഡിഫറൻ്റ് ആകുക എന്നാണ്. ആ ഡിഫറൻറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഉയർന്നു വരാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയാറുള്ളത്. ഞാൻ എൻ്റെ അധ്യാപക ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. പ്രിയമുള്ള രക്ഷിതാക്കളെ, ഞാൻ അധ്യാപക ശൈലിയിൽ മാറ്റം വരുത്തി. പഠിപ്പിക്കാനുള്ള പാഠഭാഗങ്ങൾ ഞാൻ മാറ്റി. പാട്ടിലൂടെയും ഓട്ടത്തിലൂടെയും ചാറ്റാർക്കൂത്തിലൂടെയും പാട്ടുകളിലൂടെയും സബ്ജക്റ്റ് പഠിപ്പിച്ചു. അങ്ങനെ വ്യത്യസ്തനാകുകയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എപ്പോഴും ഫസ്റ്റിനായി ഓടണ്ട. നേരത്തെ മറ്റേ ജെറയുടെ പറഞ്ഞതുപോലെ തോൽക്കാൻ പഠിക്കുക, അവിടെ നിന്ന് ജയിച്ചു കയറാൻ പഠിക്കുക. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.